ശരി, ശ്രീ സണ്ണിക്കുട്ടി എബ്രഹാം, ഇപ്പോൾ കോൺഗ്രസ് ഞങ്ങളെ വിമർശിക്കാനായിട്ടില്ല ബിനോയ് വിശ്വം പറയുന്ന ഒരു വാചകമാണ്. അതിൽ പ്രധാനപ്പെട്ട കാരണം കോൺഗ്രസ് നേതാക്കൾ തന്നെ ഒരുമിച്ച് ഒരു കാര്യം പറയാൻ ഒരുമിച്ചെത്താൻ പോലും പറ്റാത്തൊരു പാർട്ടി CPI വിമർശിക്കാൻ വരണ്ട എന്നുള്ളതാണ്. അതിന് എന്താണ് അതിനോട് താങ്കൾക്ക് തോന്നുന്നത്? മാത്രമല്ല, ഇക്കാര്യത്തിൽ ബിനോയ് വിശ്വം പറയുന്നുണ്ടല്ലോ മദ്യനിർമ്മാണത്തിനെതിരല്ല, അതേസമയം ജനങ്ങളുടെ കുടിവെള്ളം മുടക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിയാൽ അതിനെ എതിർക്കും. അങ്ങനെയില്ല എന്ന ഉറപ്പാണ് ഇപ്പോൾ LDF യോഗത്തിൽ CPIക്ക് കിട്ടിയിരിക്കുന്നത്. സ്മൃതി, നമ്മുടെ ബിനോയ് വിശ്വം വെറുതെ മുട്ടാപ്പോക്ക് പറയുക, അത് കേരളത്തിലെ ജനങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. അതിനുമുമ്പ് എനിക്കൊരു ഒറ്റ വാചകം ശ്രീ VP മുസ്തഫ പറഞ്ഞതിനോട് പ്രതികരിക്കാനുണ്ട്. അത് പറഞ്ഞിട്ട് ഞാൻ ഈ ചോദ്യത്തിലേക്ക് വരാം. അദ്ദേഹം ഈ ചർച്ചയുടെ പ്രസക്തിയെ തന്നെ അങ്ങ് ചോദ്യം ചെയ്യുക. ഇന്നിപ്പോൾ CPI ഒക്കെ കിടന്ന് നട്ടം തിരിയുകയാണ് ഈ തീരുമാനത്തിൻ്റെ പിന്നാലെ. അന്നേരം അദ്ദേഹം പറയുകയാണ് ഇതൊരു ചർച്ച ചെയ്യേണ്ട വിഷയമല്ലെന്ന്. അടുത്ത ശ്വാസത്തിൽ അദ്ദേഹം പറയുന്നുണ്ട്, അതായത് ജനാധിപത്യത്തിൽ ഇത്തരം തർക്ക വിഷയങ്ങളുണ്ടാവും, അതൊക്കെ നമ്മൾ ചർച്ച ചെയ്ത് പരിഹരിക്കണ്ടേന്ന്. സ്മൃതി ചോദിച്ചൊരു വളരെ പ്രധാനപ്പെട്ട ചോദ്യത്തിന് അദ്ദേഹം മറുപടി പറഞ്ഞില്ല. കാരണം ഈ വെള്ളത്തിൻ്റെ കണക്ക്, വെള്ളമെന്താ 10 MLD വെള്ളം കിൻഫ്രയ്ക്ക് കൊടുക്കാം എന്ന് നേരത്തെ സമ്മതിച്ചിട്ടുള്ളതിൽ നിന്ന് അല്പം വെള്ളം സ്പെയർ ചെയ്യാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, ശ്രദ്ധിക്കേണ്ട ഒരു വസ്തുതയാണത്. പക്ഷേ ഈ കിൻഫ്രയ്ക്ക് കൊടുത്ത വെള്ളം സംസ്ഥാന സർക്കാരിൻ്റെ മന്ത്രിസഭയുടെയും മറ്റും തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് കൊടുത്തിരിക്കുന്നത്. അല്ലെങ്കിൽ ഈ 10 MLD വെള്ളം കൊടുക്കാമെന്നുള്ള ധാരണ അത് ഇതുവരെ കൊടുത്തു തുടങ്ങിയിട്ടൊന്നുമില്ല, അതിനുള്ള സംവിധാനങ്ങളൊന്നും ആയിട്ടില്ല. പക്ഷേ ഒരു സൂപ്രണ്ടിങ് എഞ്ചിനീയറാണ് ഈ ഒയാസിസിൻ്റെ അപേക്ഷയിന്മേൽ ഇതിൽ നിന്ന് അല്പം വെള്ളം കൊടുക്കാമെന്ന് പറയുന്നത്. ഒരു സൂപ്രണ്ടിങ് എഞ്ചിനീയർക്ക് ഇത്തരത്തിലൊരു തീരുമാനമെടുക്കാനോ അല്ലെങ്കിൽ അത് ഈ കമ്പനിക്ക് കൊടുക്കുന്ന ഒരു ഉറപ്പ് അങ്ങനെ നൽകാൻ ഒരു സൂപ്രണ്ടിങ് എഞ്ചിനീയർക്ക് സാധിക്കുമോ? ഇവിടെ എത്ര വെള്ളം വേണം, എത്ര വെള്ളം നമുക്ക് കൊടുക്കാൻ പറ്റും, അത് എവിടെ നിന്ന് എടുക്കുക? ഭൂഗർഭ ജലം എന്നൊക്കെ പറയുന്നുണ്ട്. ഇപ്പം BJP പ്രതിനിധി പറഞ്ഞല്ലോ, ഈ ഒയാസിസിൻ്റെ പാരമ്പര്യം ഹരിയാനയിലൊക്കെ ചെയ്തത് 15 കിലോമീറ്റർ ചുറ്റളവിൽ ഈ മലിനജലം കൊണ്ട് നമ്മുടെ കുടിവെള്ളം മുട്ടിക്കുകയാണ് അവർ ചെയ്തത്. അപ്പോൾ അവിടെ ഭൂഗർഭ ജലം എടുക്കുമോ ഇല്ലയോ അതൊക്കെ അവിടെ നിൽക്കട്ടെ. ഈ മഴ സംഭരണി എന്ന് പറയുന്നു, ഈ മഴ സംഭരണിയെക്കുറിച്ചൊക്കെ ആദ്യം MP രാജേഷ് വലിയ സംസാരങ്ങളൊക്കെ നടത്തിയതാണ്. ഇപ്പോൾ നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്സ് ചോദിക്കുമ്പോൾ ഡേറ്റ എത്ര ലിറ്റർ എത്ര കോടി ലിറ്റർ വെള്ളം അല്ലെങ്കിൽ എത്ര ലിറ്റർ വെള്ളം നമുക്ക് ഈ മഴവെള്ള സംഭരണികളിലൂടെ നമുക്ക് കണ്ടെത്താൻ പറ്റുമെന്ന് ചോദിക്കുമ്പോൾ ഡേറ്റ ഇല്ല സ്മൃതി, കണക്കില്ല, സ്റ്റാറ്റിസ്റ്റിക്സ് ഇല്ല, വെറുതെ പറയുകയാണ്. വെറുതെ ഇതെങ്ങനെയെങ്കിലും ഇതിപ്പോൾ ഇവരുടെ ഒരു അഭിമാന പ്രശ്നമാണ്. കാരണം ഇതിപ്പോൾ എത്തനോൾ പ്ലാന്റ് മാത്രമൊന്നുമല്ല, ബോട്ട്ലിംഗ് യൂണിറ്റ് ഉണ്ട്, വൈൻ ബ്രാൻഡി യൂണിറ്റുകളുണ്ട്, പിന്നെ വേറെ ഡിസ്റ്റിലറികളുണ്ട്. അങ്ങനെ 6-7 സംരംഭങ്ങൾ ഇവിടെ വരിക. ഇവർ ഈ പറയുന്ന പോലുള്ള കണക്കിലുള്ള വെള്ളം കൊണ്ടൊന്നും നടക്കത്തില്ല. നമ്മുടെ ജവാൻ എന്ന് പറയുന്ന ഒരു മദ്യം ഉൽപ്പാദിപ്പിക്കുന്ന ഇവിടെ ഏറ്റവും ഡിമാൻഡുള്ളതാണ്. സാധാരണക്കാർ ഇഷ്ടപ്പെടുന്ന ഒരു സാധനമാണ്. അതിന് വളരെ അല്പം വില കുറവാണ്. അത് ഉൽപ്പാദിപ്പിക്കാനുള്ള വെള്ളം പോലും മലബാർ ഡിസ്റ്റിലറിക്ക് നമ്മുടെ സർക്കാരിൻ്റെയാണ്. അതിന് പോലും വെള്ളം കൊടുക്കാനില്ലാതിരിക്കുമ്പോഴാണ് പഞ്ചാബിൽ കിടക്കുന്ന ഏതോ ഒരു സർദാർജിക്ക് ഇവിടെ നമ്മൾ വെള്ളം കൊടുക്കാൻ പോകും, നമ്മുടെ കുടിവെള്ളം, കൃഷിക്കുള്ള വെള്ളം. അതാണ് ആ സാഹചര്യങ്ങളെക്കുറിച്ചാണ് ഇപ്പോൾ മുസ്തഫ പറഞ്ഞത്. നമുക്ക് ഈ ചർച്ച ചെയ്യേണ്ട കാര്യമൊന്നുമില്ല, എല്ലാം അങ്ങ് തീരുമാനിച്ചു എന്ന്. എന്ത് നയം ഉണ്ടാക്കിയെന്നാണ് നിങ്ങൾ ഈ പറയുന്നത്? ഇതുമായിട്ട് താല്പര്യപ്പെട്ട് വരുന്നവർക്ക് കൊടുക്കാമെന്നൊരു നയം, അത് ഒയാസിസിന് കൊടുക്കാമെന്നല്ലല്ലോ നയം. നിങ്ങളുടെ ഒരു താല്പര്യപത്രം അല്ലെങ്കിൽ ഒരു എക്സ്പ്രഷൻ ഓഫ് ഇൻട്രസ്റ്റ് ചോദിച്ചിട്ടുണ്ടോ ഏതെങ്കിലും ഒരു സ്ഥാപനങ്ങളോടെ? കേരളത്തിലുണ്ടല്ലോ ഡിസ്റ്റിലറി നടത്താൻ കഴിവുള്ളവർ, കേരളത്തിന് പുറത്ത് മറ്റ് സ്ഥാപനങ്ങളുണ്ടല്ലോ, അവരോട് ആരെങ്കിലും നിങ്ങൾക്ക് താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടോ? എങ്ങനെയാണ് 25-ൽ ഈ നയം മാറ്റമുണ്ടായി, അതിൻ്റെ പേരിലാണല്ലോ ഇപ്പോൾ കൊടുക്കുന്നത്. എങ്ങനെയാണ് 2023 ഇവർ ഭൂമി വാങ്ങിയത്? എങ്ങനെയാണ് ഈ ഡിസ്റ്റിലറിക്ക് വേണ്ടി കോളേജ് എന്ന് പറഞ്ഞിട്ട്? അപ്പോൾ ഇതിൻ്റെ പിന്നിൽ ധാരാളം ദുരൂഹതകളും അതുപോലെ തന്നെ ഗൂഢാലോചനകളൊക്കെ നടന്നിട്ടുണ്ട്. അതവിടെ നിൽക്കട്ടെ. ഇപ്പോൾ സ്മൃതി ചോദിച്ച ചോദ്യത്തിലേക്ക് വരികയാണെങ്കിൽ, ഞാൻ പറഞ്ഞല്ലോ മുട്ടാപ്പോക്കായത്. എന്താ CPIക്ക് സംഭവിച്ചത്? CPI ഒരിക്കലും എലപ്പുള്ളിയിൽ ബ്രുവറീസ് മദ്യനിർമ്മാണശാല വരുന്നതിനെ അനുകൂലിച്ചിട്ടില്ല. എലപ്പുള്ളിയിൽ ബ്രുവറി വേണ്ട എന്ന് തന്നെയായിരുന്നു നിലപാട്. ഈ LDFൻ്റെ യോഗം ചേർന്ന MN സ്മാരകത്തിലെ പുതിയ കോൺഫറൻസ് ഹാള്, ആ ഹോളിൽ ഇരുന്നു കൊണ്ടാണ് 3 ദിവസം മുമ്പ് ഇവർ തീരുമാനമെടുത്തത്. യാതൊരു കാരണവശാലും എലപ്പുള്ളിയിലെ ബ്രുവറി അനുവദിക്കാൻ പാടില്ല, പോരാട്ടത്തിൻ്റെ അവസാന നിമിഷം വരെ നമ്മൾ ഉറച്ചു നിൽക്കണം എന്ന് തീരുമാനിച്ചത്. അവിടെയാണ് പിണറായി വിജയനൊക്കെ വന്നിരുന്ന് സംസാരിച്ചു തുടങ്ങിയപ്പോൾ എല്ലാം അവസാനിപ്പിച്ച് വായ പൂട്ടി
മിണ്ടാട്ടം മുട്ടിയിട്ട് നമ്മുടെ ബിനോയ് വിശ്വവും മറ്റും ഇരുന്നത്. ഞാൻ ചോദിക്കട്ടെ, ഇത് LDF-ൽ ചർച്ച ചെയ്യേണ്ടതല്ലേ നേരത്തെ? എന്നിട്ട് വേണ്ടേ ക്യാബിനറ്റിലേക്ക് പോകാൻ? അപ്പോൾ മുഖ്യമന്ത്രി എന്താ പറഞ്ഞത്? ഇത് ക്യാബിനറ്റ് തീരുമാനിച്ചു കഴിഞ്ഞു, ഇനി LDF-ൻ്റെ തീരുമാനത്തിലൊന്നും വലിയ കാര്യമില്ല. അതിൻ്റെ പ്രോസസ്സ് അതാണോ? ഇത്തരത്തിലുള്ള വളരെ നിർണായകമായ നയപരമായ ഒരു മുന്നണിയുടെ അല്ലെങ്കിൽ സംസ്ഥാനത്തിന് തന്നെ ഭാവിയെ ബാധിക്കാവുന്ന ഒരു കാര്യത്തിൽ ഇടതുമുന്നണി ചർച്ച ചെയ്യാതെയാണോ ഇത്തരത്തിലുള്ള തീരുമാനങ്ങൾ എടുക്കുന്നത്? ഇത് പുതിയ കാര്യമല്ലല്ലോ സ്മൃതി. നമ്മൾ ഇന്നത്തെ സംസ്ഥാനം വികസനത്തിന്റെ പാതയിലാണ് ഒരു സമ്മിറ്റ് നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ ശ്രീ സണ്ണിക്കുട്ടി എബ്രഹാം. കോടികളുടെ പദ്ധതികളാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ 24 IT കമ്പനികൾ കേരളത്തിൽ കൂടുതൽ നിക്ഷേപം നടത്തുമെന്ന വാർത്തയാണ് പുതുതായി വന്നിരിക്കുന്നത്. 8500 കോടി രൂപയുടെ നിക്ഷേപം നടത്താനുള്ള പദ്ധതി, 60,000 പേർ കൂടി തൊഴിൽ ലഭിക്കാൻ പോകുന്നു. ഇങ്ങനെ ഒരു വലിയൊരു പദ്ധതിയിലൊന്നായി ബ്രൂവറിയും അത്തരത്തിലൊരു പദ്ധതി, അതിനെയൊക്കെ തകർക്കാനും എതിർക്കാനുമായി ഇവിടെ പ്രതിപക്ഷം. അല്ല, ഇവിടെ ജിമ്മ് അല്ലെങ്കിൽ ഈ ഇൻവെസ്റ്റേഴ്സ് മീറ്റ് നടക്കുമെന്ന് അറിഞ്ഞുകൊണ്ടൊന്നും അല്ലല്ലോ പ്രതിപക്ഷമോ മാധ്യമങ്ങളോ അല്ലെങ്കിൽ റിപ്പോർട്ടർ ചാനലോ ഇതിനെ വിമർശിക്കുന്നതും എതിർക്കുകയും ചെയ്യുന്നത്. ഇവിടെ എത്ര വികസനം വന്നാലും ഇൻവെസ്റ്റ്മെൻറ്റ് വന്നാലും നമുക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ. യാതൊരു സംശയവും അക്കാര്യത്തിലില്ല. ഇന്ന് തന്നെ എന്താണ് ഇന്നത്തെ ദിനപത്രങ്ങളിൽ വന്ന ഒരു വാർത്ത? നമ്മുടെ ട്രോളിൻ്റെ കാര്യം ചർച്ച ചെയ്തില്ലെന്നാണ് ഇടതുപക്ഷ മുന്നണി യോഗത്തിന് ശേഷം കൺവീനറും പറഞ്ഞു. അങ്ങനെയാണ്, ആ രീതിയിലാണ് അതിൻ്റെ തീരുമാനങ്ങളുണ്ടായത്. കൂടുതൽ ചർച്ചകൾ വേണ്ടി വരുമെന്നാണ് പറഞ്ഞത്. പക്ഷേ ഇന്നലെ സർക്കുലർ ഇറങ്ങിയല്ലോ ഇടതുപക്ഷ മുന്നണി കൺവീനറിൻ്റെ. എന്താണ് ആ സർക്കുലറിൽ പറഞ്ഞത്? അതിനെക്കുറിച്ച് ചില വ്യാഖ്യാനങ്ങളൊക്കെ ചിലപ്പോൾ കൊണ്ടുവന്നേക്കാം, ഇറങ്ങിയേക്കാം. പക്ഷേ പറയുന്നത് എന്താ? നമുക്ക് അതെ, കിഫ്ബിയാണ് ഇവിടെ പ്രശ്നം. ഇപ്പം ഇവരുടെ മുമ്പിൽ അവർക്ക് 2-3 കാര്യങ്ങളുണ്ട്. കിഫ്ബിയെ സംരക്ഷിക്കണം. കിഫ്ബിക്ക് വേണ്ടി എന്തും ചെയ്യും. ജനങ്ങളുടെ നിന്ന് ടോള് പിരിക്കും, ജനങ്ങളെ ബുദ്ധിമുട്ടിലാക്കും. അപ്പോൾ കിഫ്ബിയെ സംരക്ഷിക്കേണ്ടത് കൊണ്ട്, അങ്ങനെയുള്ളത് കൊണ്ട് നമുക്ക് പുതിയ വരുമാന സ്രോതസ്സുകൾ കണ്ടെത്തണം. അതിനുവേണ്ടിയാണ് ടോൾ എന്ന് ഏതാണ്ട് പച്ചക്കൊടി കാണിച്ചിരിക്കുകയാണ് നമ്മുടെ കൺവീനർ. എവിടെങ്കിലും ആലോചിച്ചോ, ചർച്ച ചെയ്തോ? ഇത്രയും പ്രശ്നങ്ങൾ അതിൻ്റെ പേരിൽ ഉണ്ടായതല്ലേ? VP മുസ്തഫയ്ക്ക് എന്തെങ്കിലും പറയാനുണ്ടോ ഇക്കാര്യത്തിൽ? ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.